ആരിഫീങ്ങളുടെ സുൽത്താനാണ് അഹ്മദുൽ കബീർ അരിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടുത്തെ ജീവിതം നമുക്ക് വലിയ പ്രചോദനമാണ്. അവിടുത്തെ മദദ് നമുക്ക് വലിയ താങ്ങാകും. അല്ലാഹു പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഏകദേശം ഹിജ്റ 500-ലാണ്, 500, 512 അങ്ങനെയൊക്കെ റിവായത്തുകളുണ്ട്. 500 റജബ് 27 തിങ്കളാഴ്ച ദിവസമാണ് മഹാരഥൻ ലോകത്ത് ജനിക്കുന്നത്. ഇറാഖിലെ ഉമ്മു ഉബൈദ പട്ടണത്തിൽ, ഇറാഖിലെ ഉമ്മു ഉബൈദ പട്ടണത്തിലാണ് ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ശക്തമായ പഠന താല്പര്യം. 7-ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. അത് ഏകദേശം വലിയ മഹാന്മാരൊക്കെ ഖുർആൻ ഹൃദ്യസ്ഥമാക്കുന്ന സമയം 7 കാണാറുണ്ട്, അല്ലെങ്കിൽ അതിന് മുമ്പ്, അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രായത്തിൽ. മഹാരഥനും അങ്ങനെ തന്നെ. ശേഷം അക്കാലത്ത് വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് തൻബീഹ്. കർമ്മശാസ്ത്രത്തിലെ ഒരു അമൂല്യ ഗ്രന്ഥമാണ്. അത് പഠിക്കുന്നതിനപ്പുറം അത് മുഴുവൻ മനഃപ്പാഠമാക്കി മഹാൻ. മനുഷ്യ ജീവിതത്തിൽ പഠിക്കാൻ, ജീവിതത്തിൽ വിജയിക്കാൻ പഠിക്കേണ്ട 2 പ്രധാനപ്പെട്ട ഫണ്ട് മേഖലകളാണ് ഫിഖ്ഹ്, മറ്റൊന്ന് തസവ്വുഫ്. ഫിഖ്ഹ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അവൻ അമല് മാത്രമേ ചെയ്യുള്ളൂ, അമലിന്റെ മാധുര്യം കിട്ടൂല. തസവ്വുഫ് കൂടെ അറിയാം. എന്നാൽ ചിലർ തസവ്വുഫ് മാത്രം പഠിക്കും, ശരീഅത്തിൽ ഒഴിവാക്കും. അവരിൽ ആരാധനകളും ചില അനുഭൂതികളൊക്കെ ഉണ്ടാകും, പക്ഷേ അതും യഥാർത്ഥമായ ത്വരീഖത്തായിരിക്കില്ല. രണ്ടും മിശ്രിതമാണ്. ഫിഖ്ഹും പഠിക്കണം. ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമൽ, എങ്ങനെ നിസ്കരിക്കണം, സകാത്ത്, നോമ്പ്, ഇതിനപ്പുറം തസവ്വുഫ്, ഈ ചെയ്യുന്നതൊക്കെ എന്തിനാണ്, അതും ഹൃദയവും തമ്മിലുള്ള ബന്ധമെന്നാണ്. നോക്കൂ നിങ്ങൾ, റിഫാഈ തങ്ങൾ വളരെ പെട്ടെന്ന് ചെറുപ്പത്തിലെ ഫിഖ്ഹിലെ തൻബീഹ് എന്ന ഗ്രന്ഥം മനഃപ്പാഠമാക്കി. 20 വയസ്സാകുമ്പോഴേക്ക് തസവ്വുഫിന്റെ ആഴങ്ങൾ അറിയുന്ന വലിയ ഗ്രന്ഥങ്ങൾ പഠിച്ച് വലിയ മുത്തസവ്വിഫായി മാറി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശരീഅത്ത് പഠിച്ചത് മഹാൻ അബുൽ ലൈസ് അൽ ഹർറാൻ റഹ്മത്തുള്ളാഹി അലൈഹി, അവരെ ഫോളോ ചെയ്തിട്ടാണ്. അവരുടെ അടുക്കലേക്ക് ഇത് പഠിക്കാൻ പോയപ്പോ ഉസ്താദിനും ഭയങ്കര സന്തോഷം. ഒരു മിടുക്കനായ കുട്ടിയെ കിട്ടിയല്ലോ. ഈ കുട്ടിയുടെ പ്രത്യേകത എന്താ? റിഫാഈ തങ്ങൾ ചെറുപ്പത്തിലെ തന്റെ ബാല്യകാല കളികളൊന്നുമില്ലാതെ ചെറുപ്പത്തിലെ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിൽ മുഴുകിയിരുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ അപ്പൊ ഫിഖ്ഹ് പഠിച്ചതിന്റെ ശേഷം പിന്നെ ആത്മീയ ലോകത്തെ ശൈഖായി, ആത്മീയ ഗുരുവായി ശൈഖ് വാസിത്തി അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരെ തിരഞ്ഞെടുത്തു. അതിനുശേഷം ശൈഖുൽ മശായിഖ് ശൈഖ് മൻസൂർ അർ-റബ്ബാനി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അമ്മാവനാണ്. അങ്ങനെ ഇവിടുന്നാണ് റിഫാഈ തങ്ങളുടെ ജീവിതത്തിലെ വലിയ ടേണിംഗ് പോയിന്റ്. അമ്മാവനിൽ നിന്ന് തസവ്വുഫ് പഠിക്കാൻ വലിയ ശൈഖും വലിയ പണ്ഡിതനുമാണ് ഈ റബ്ബാനി റഹ്മത്തുള്ളാഹി അലൈഹി. അവരിൽ നിന്ന് പെങ്ങളുടെ മകൻ പ്രത്യേകമായി ഇങ്ങനെ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് ഉഷാറായി വരുന്നത് കണ്ടപ്പോ റബ്ബാനി തങ്ങൾ തന്റെ ഹിർഖ എന്ന് പറയും, തന്റെ ശേഷം തന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കണം എന്നതിന് നൽകുന്ന ഒരു പ്രത്യേക യൂണിഫോമാണത്. അത് റിഫാഈ തങ്ങൾക്ക് കൊടുത്തപ്പോ മറ്റു കുട്ടികൾക്കിടയിലൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം. സ്വന്തം പെങ്ങളെ മോൻക്കാണല്ലോ ഉസ്താദ് ഹിർഖ, അടുത്ത അധികാരം, തസ്തിക കൊടുത്തിട്ടുള്ളത്, ഇത് കൂട്ടുകാർക്ക് ഇഷ്ടായില്ല. അപ്പോ റബ്ബാനി തങ്ങൾ തീരുമാനിച്ചു, ഇത് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. റിഫാഈ തങ്ങളുടെ ബാല്യകാല ഓർമ്മകളാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്
അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളെ ഞാൻ എന്റെ പിൻഗാമിയായി ഏറ്റെടുക്കുന്നത്. റിഫാഈ തങ്ങളുടെ മഹത്വം അഭിമഹാരഥനായ റബ്ബാനി ഉസ്താദ് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കാണ്. എല്ലാരും വിളിച്ചു, എല്ലാ കുട്ടികളും വിളിച്ചിട്ട് പറഞ്ഞു, വിളിച്ചിട്ട് ശിഷ്യന്മാർക്കൊക്കെ ഒരു കോഴിയേഴും ഒരു കത്തിയും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരും കാണാത്ത സ്ഥലത്ത് പോയിട്ട് ഈ കോഴി അറുത്തിട്ട് വരണം. ആരും കാണാൻ പാടില്ല. എല്ലാവരും പോയി മൂലകളിൽ മുക്കുകളിലൊക്കെ പോയിട്ട് വളരെ പ്രൈവറ്റായി അടച്ചുറപ്പുള്ള സ്ഥലത്ത് വെച്ചിട്ട് കോഴി അറുത്തു. ഉസ്താദിന്റെ അടുക്കൽ വന്നു. ഇല്ല റിഫാഈ തങ്ങളതാ ആ കത്തിയും ആ കോഴിയും പിടിച്ചിട്ട് അങ്ങനെ വരുന്നു. എല്ലാ ശിഷ്യന്മാരും വറുത്ത കോഴിയുമായി നിൽക്കുമ്പോ റിഫാഈ തങ്ങൾ കൊടുത്ത കോഴി അങ്ങനെ തന്നെയുണ്ട്. കുട്ടികൾക്കിടയിൽ വെച്ചിട്ട് ഉസ്താദ് ചോദിച്ചു, അല്ല റിഫാഈ, നിങ്ങൾ മാത്രമല്ല അഹ്മദേ, നിങ്ങൾ മാത്രം എന്താണ് മുറിക്കാത്തത്? അപ്പൊ റിഫാഈ തങ്ങൾ തന്റെ ചെറുപ്പകാലത്തിലെ കൊടുക്കുന്ന ഉത്തരം, ഉസ്താദ് പറഞ്ഞത് പടപ്പുകൾ കാണാതിരിക്കണമെന്നല്ലോ, ആരും കാണരുതെന്നല്ലേ. എത്ര മൂലയിൽ കൊണ്ടുപോയി വെച്ചാലും പടച്ചോനായ റബ്ബ് കാണൂലേ, റബ്ബ് കാണാത്ത സ്ഥലമില്ലല്ലോ. ചെറുപ്പകാലത്താണ് ആ കൂട്ടുകാർക്കിടയിൽ വെച്ച് റിഫാഈ തങ്ങൾ ഇത് പറഞ്ഞപ്പോ റിഫാഈ തങ്ങളുടെ ബോധം ശിഷ്യന്മാർക്ക് മനസ്സിലാവണം. ഇന്നക ലബിൽ മിർസാദ്, നമുക്കൊന്നും ഇപ്പോഴും ആ ബോധം എത്തിയിട്ടില്ലല്ലോ. റിഫാഈ തങ്ങൾ തന്റെ ചെറുപ്പത്തിലെ എന്നെ അല്ലാഹു കാണുന്നു എന്ന ബോധം എപ്പോഴും കൊണ്ടു നടന്ന മഹാനായിരുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ മറ്റൊരു ചെക്കിംഗ് കൂടെ ഉസ്താദ് ശിഷ്യന്മാർക്കിടയിൽ വെച്ച് കാണിച്ചു കൊടുത്തു. എല്ലാവർക്കും ഒരു അരിവാട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പുല്ലരിഞ്ഞിട്ട് എല്ലാവരും കുറച്ച് പുല്ലുമായിട്ട് വരണം. റിഫാഈ തങ്ങളെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. നമ്മള് കാലങ്ങൾ എത്രയോ കഴിഞ്ഞ് ഇപ്പോഴും ഒരു മഹാനെ ആലോചിക്കുകയാണ്. എന്താ കാര്യം? അവിടുത്തെ ജീവിതമാണ്. ശിഷ്യന്മാരൊക്കെ പുല്ലരിഞ്ഞു വന്നു. റിഫാഈ തങ്ങൾ ഒഴികെ. റിഫാഈ തങ്ങളതാ കത്തിയും പിടിച്ചു വരുന്നു. ഉസ്താദേ, എനിക്ക് പുല്ലരിയാൻ കഴിയുന്നില്ല, എനിക്ക് പ്രയാസമാകുന്നു. എന്തു പറ്റി റിഫാഈ, എന്തു പറ്റി അഹ്മദേ എന്ന് ചോദിച്ചപ്പോ ഞാൻ നോക്കുമ്പോ എല്ലാ പുല്ലുകളും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. തസ്ബീഹ് ചൊല്ലുന്ന പുല്ലുകളെ ഞാൻ എങ്ങനെ ചെത്തിക്കളയുമെന്ന് തന്റെ ശൈശവകാലത്തിലെ അഹ്മദുൽ കബീർ റിഫാഈ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഒരു ബോധം അത് നമ്മൾ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. മഹാരഥൻ പുല്ലിനെങ്ങനെ നോക്കിയിട്ട്, ഉസ്താദെ, അവരുടെ ഉസ്താദാണ് സക്കരിയ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഉസ്താദെ, പുല്ലുകളൊക്കെ തസ്ബീഹ് ചെല്ലുന്നത് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോ സക്കരിയ അൻസാരി തങ്ങള് സൈനുദ്ദീൻ തങ്ങളോട് പറഞ്ഞ വാക്കാണ് അൻതൽ മഖ്ദൂം, നിങ്ങളാണ് മഖ്ദൂം. ആര്? ഉസ്താദ് സക്കരിയ അൻസാരി തങ്ങൾ പറഞ്ഞു. അതിന്റെ ശേഷമാണ് സൈനുദ്ദീൻ മഖ്ദൂം എന്ന പേര് വരുന്നത്. അതൊരു പരമയാഥാർത്ഥ്യമാണ്. ഖുർആൻ പറഞ്ഞില്ല, തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർളു വമൻ ഫീഹിൻ, ആകാശഭൂമികളിലുള്ള സകലതും അല്ലാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. നമുക്കിപ്പോഴും അത് ഫീൽ ചെയ്യാനാകുന്നില്ല. അഹ്മദുൽ കബീർ റിഫാഈ തങ്ങൾ ചെറുപ്പകാലത്ത് പുല്ലരിയാൻ പഠിച്ചു. എന്തേ? ഇവരൊക്കെ അല്ലാഹു തസ്ബീഹ് ചൊല്ലല്ലേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ ചില പ്രധാനപ്പെട്ട ഗുണങ്ങൾ പറയാം. ഒന്ന്, ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ സൂറത്തുൽ ഇഖ്ലാസ് 1000 തവണ ഓതി 4 റക്അത്ത് നിസ്കരിക്കും. ഓരോ റക്അത്തിലും
1000 തവണ സൂറത്തുൽ ഇഖ്ലാസ്. അല്ലാഹു നമുക്ക് ആ സൂറത്ത് വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഭയങ്കര സഹനശീലൻ, ഒരു ആലിം എന്നതിനപ്പുറം കുടുംബബന്ധം ചേർക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, വിനയാന്വിതൻ. ഒരു ദിവസം റിഫായി തങ്ങൾ തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, കുട്ടികളെ എന്റെ ന്യൂനതകളൊക്കെ നിനക്ക് പറഞ്ഞു തരണം കേട്ടോ. ആരോട്? ശിഷ്യന്മാരോട് പറയാണ്, എന്റെ ന്യൂനതകൾ, എന്റെ പോരായ്മകളൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണേ. ശിഷ്യന്മാർ അതിനേക്കാൾ വലിയ വിനയം കാണിച്ചു. ഉസ്താദേ, ഞങ്ങളെ പോലെ കുറെ ശിഷ്യന്മാരെ കിട്ടി എന്നല്ലാതെ നിങ്ങൾക്ക് എന്ത് പോരായ്മയാണുള്ളത്? ഞങ്ങളെ പോലെ കുറെ ലോക്കൽ ശിഷ്യന്മാരല്ല ഞങ്ങൾക്കുള്ളൂ. അതൊക്കെ പറഞ്ഞപ്പോ വിനയാന്വിതനായ റിഫായി തങ്ങൾ കരയാൻ തുടങ്ങി. ഉസ്താദ് കരഞ്ഞപ്പോ ശിഷ്യന്മാരും കരയാൻ തുടങ്ങി. വിനയത്തിന്റെ പ്രതീകമായി ആ കൂട്ടായ്മ തന്നെ കരയുമ്പോ അവരെ ചേർത്ത് പിടിച്ചിട്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞ് റിഫായി തങ്ങൾ പറഞ്ഞു, വാഹനം രക്ഷപ്പെട്ടാൽ വാഹനത്തിലുള്ളവരും രക്ഷപ്പെടുമല്ലോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഇന്ന് ഇവിടെ റിഫായി തങ്ങൾ അനുസ്മരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അവരൊന്നും ഓർക്കാം, അവരൊന്നും വിസ്മരിക്കപ്പെടാൻ പാടില്ല. നമ്മൾ അവരെ ഓർക്കുമ്പോ അവരെന്ന വാഹനത്തിൽ നമ്മൾ കയറുകയാണ്. അവരെ വാഹനത്തിൽ കയറി അവര് രക്ഷപ്പെട്ടാൽ നമ്മളും രക്ഷപ്പെട്ടു. അതാണ് റിഫായി തങ്ങൾ പറഞ്ഞത്. അതാണ് സൂറത്ത് തൗബയിൽ അല്ലാഹുവും പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണേ. വഖൂലൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സ്വാദിഖീങ്ങളോട് കൂടെയാകണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ നൂറിന്റെ അടിയന്തര ചർച്ചയ്ക്കിടയിലും റിഫായി തങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത് അത്രയും വലിയ മഹാൻ. അവരെ ഓർക്കുന്നത് കൊണ്ട് നമ്മൾ അവരെ കൂടെ കൂട്ടണം. കൂടെ കൂടിയാലോ വാഹനം രക്ഷപ്പെട്ടാൽ വാഹനത്തിൽ എല്ലാവരും രക്ഷപ്പെടും. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. റിഫായി തങ്ങൾ എപ്പോഴും കയ്യിലൊരു പൊതി ഉണ്ടാവും. ഒരു പൊതി, അതിലെന്താ? ഭക്ഷണം. ആർക്ക് കൊടുക്കാനാ? വഴിയിൽ വെച്ച് ഏതെങ്കിലും വിശക്കുന്നവനെ കണ്ടാൽ നേരെ തൊട്ട് കൊടുക്കും. വിശക്കുന്നവർക്ക്, പട്ടിണി കിടക്കുന്നവർക്ക് അന്നം കൊടുക്കാൻ കരുതൽ കൊണ്ട് നടന്നിരുന്ന മഹാനാണ് അഹ്മദുൽ കബീർ അൽ-റിഫായി തങ്ങൾ. ഉണ്ടയോ? ഒരു വലിയ മഹാൻ. നോക്കൂ നിങ്ങൾ, വിറകങ്ങനെ ശേഖരിച്ച് അവരുടെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്ന വൃദ്ധരായ സ്ത്രീകൾ, ആരും സഹായിക്കാനില്ലാത്ത സ്ത്രീകൾ, അവർക്ക് വേണ്ടി വിറക് ചുമന്ന് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു റിഫായി തങ്ങൾ. എവിടെങ്കിലും മരണമുണ്ടെങ്കിൽ നോക്കണം, മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് എത്തുന്നത്, ഒന്നാമതെത്തുന്നത് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ. എന്നിട്ട് മയ്യത്തുമായി സംസ്കരണം, മയ്യത്ത് പരിപാലനം, കുളിപ്പിക്കണമെങ്കിൽ കുളിപ്പിക്കാം, ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ മുമ്പിലുണ്ടായിരുന്നത് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഭയങ്കര നന്ദി എപ്പോഴും. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹ് ഇതൊക്കെ തന്നല്ലോ. ഈ നന്ദിയുടെ കൂടെ പ്രയാസം വരുമ്പോ സബൂറൻ, വല്ലാത്ത ക്ഷമാശീലനായിരുന്നു. നടക്കുമ്പോഴോ ലാ യൽതഫിതു യമീന വലാ ശിമാല, നടക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ വിനയാന്വിതനായി തലയും താഴ്ത്തി നടക്കുന്ന ഒരു ശൈലിയായിരുന്നു. വാക്കുകൾ ലംഘിക്കാറില്ലായിരുന്നു. എല്ലാ പ്രാർത്ഥനയും, റിഫായി തങ്ങളുടെ പ്രാർത്ഥന വളരെ സുപ്രസിദ്ധമാണ്. എനിക്ക് വേണ്ടിയുള്ള ദുആ ഉമ്മത്തു മുസ്ലിം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉമ്മത്തു മുസ്ലിം വലിഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. സ്വന്തത്തിനില്ല, ഞങ്ങളെല്ലാവർക്കും ഈ ഉമ്മത്തിന്, മുസ്ലിം ഉമ്മത്തിന്, മുസ്ലിം സമുദായത്തിന് എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതൊരു ഭാഗത്ത് ആരാധന, അങ്ങനെ ഒരു ഭാഗത്ത്. എന്നാൽ അപ്പുറത്തോ 16,000 കണക്കിന് ശിഷ്യന്മാർക്ക് തദ്രീസ് മറ്റൊരു ഭാഗത്ത്. എന്നാൽ അതേ സമയം ആരാധനകളിൽ ഭയങ്കര മാധുര്യം. ഇബാദത്ത് ചെയ്യുമ്പോൾ ഒരു തവണ ഭയങ്കര
ഭയങ്കര ദാഹം, നല്ല ദാഹം വന്നപ്പോ ശിഷ്യന്മാര് നല്ല ദാഹിച്ചിങ്ങനെ നിൽക്കുന്ന സമയമാണ്. അപ്പോ ശിഷ്യന്മാര് കുറച്ച് വെള്ളം കൊണ്ടുപോയി കുടിച്ചു. വെള്ളം കുടിച്ചു. അപ്പോഴാണ് ശക്തമായ ദാഹം വന്ന് വെള്ളം കുടിക്കാൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് ബാങ്ക് വിളിച്ചത്. ബാങ്ക് വിളിച്ചപ്പോ വെള്ളം അവിടെ വെച്ചു. അള്ളാഹ്ക്ക് കൊടുത്തിട്ട് മതി ശരീരത്തിനുള്ളത് കൊടുക്കുക. ശരീരത്തിനപ്പ വേണ്ടത് ദാഹാണ്, അതുകൊണ്ട് വെള്ളാണ് വേണ്ടത്. പക്ഷെ ബാങ്ക് കൊടുത്തപ്പോ ആ വെള്ളം അവിടെ വെച്ചു. കുടിക്കാം, ഹലാലൊക്കെ തന്നെയാണ്, ശരിക്കും കുടിക്കാം, കുടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അല്ലാഹ് എന്നൊക്കെ കേൾക്കുമ്പോഴേക്ക് തന്റെ ദാഹം മറന്നു പോവാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നിസ്കരിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ റിഫായി തങ്ങളുടെ മുഖമാകെ മാറും. ഒരു പ്രത്യേകമായ മെഹറാജിയത്ത് പോലെ മാലിക് യൗമിദ്ദീൻ പറയുമ്പോൾ മുഖം തന്നെ ചോക്കുന്നു, റബ്ബിൽ ആലമീൻ പറയുമ്പോൾ മുഖത്തൊരു വെളുപ്പ്. ഇങ്ങനെ ഒരു നിസ്കാരത്തിൽ തന്നെ ആ നിസ്കാരത്തിന്റെ എല്ലാ അനുഭൂതിയും അനുഭവിച്ച് നിസ്കരിക്കുന്ന മഹാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു രസകരമായ സംഭവം റിഫായി തങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ചിലപ്പോ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും, റിഫായി തങ്ങളുടെ വീട്ടിലൊരു കള്ളൻ കയറി. നമ്മള് സാധാരണ പറയുന്ന വ്യക്തിത്വങ്ങളിൽ നിന്ന് വ്യതിരിക്തമായ ഒരു സംഭവം. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു റിഫായി തങ്ങൾ. ആ ഒരു സേവനം, പാവങ്ങളെ സഹായിക്കുക, ചേർത്തു പിടിക്കുക, ഇതൊക്കെ ചെയ്തിട്ട് ഇന്ന് ഓർക്കപ്പെടുന്ന മഹാൻ. അങ്ങനെ കള്ളൻ കയറി വീട്ടിലിരുന്ന ധാന്യപ്പൊടി ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്തെത്തി റിഫായി തങ്ങൾക്ക് വന്നത് കള്ളനെന്ന് മനസ്സിലായി. അപ്പോ റിഫായി തങ്ങൾ ഇബ്രാഹിമിന്റെ ധാന്യപ്പൊടിന്റെ അടുക്കിലേക്ക് കക്കാൻ മുമ്പ് പറഞ്ഞു, അത് വറക്കാത്ത അരിപ്പൊടിയാണ്, നല്ല വറുത്ത അരിപ്പൊടി ഇവിടെ ഉണ്ട്, ഇതെടുത്തു പോയി കൊടുത്തു പറഞ്ഞു. അയാൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക, പഠിച്ചോനെ ഇതെന്തൊരു വീട്ടുടമയാണ്, എടുക്കുക എന്ന് മാത്രമല്ല റിഫായി തങ്ങൾ പറഞ്ഞു, കൊണ്ടോ വല്ല സഞ്ചി എടുത്തിട്ടുണ്ടോ? സഞ്ചി എടുത്തിട്ട് കള്ളനല്ലേ, സഞ്ചിയിൽ നിറയെ വറുത്ത ധാന്യപ്പൊടി നിറച്ചു കൊടുത്തു. എന്നിട്ട് റിഫായി തങ്ങൾ പറയുന്നൊരു വർത്താനുണ്ട്, മോനെ ഒറ്റക്ക് പോണ്ടട്ടോ, തസ്കരന്മാർ കള്ളന്മാരുള്ള സ്ഥലമാണ്, ഞാനും കൂടെ വരും. ആരെയാണ് ഈ സഹായിക്കുന്നത്? വീട്ടിൽ കക്കാൻ വന്ന ആളെ. എന്നിട്ട് അയാളുടെ വീട്ടിലേക്ക്, ആ കള്ളന്റെ വീട്ടിലേക്ക് കൂടെ പോയി ധാന്യപ്പൊടി വെച്ചെടുത്തു. ആ കള്ളനിൽ വന്ന മാറ്റെന്താ? ആ കള്ളൻ ഇങ്ങനെ മനുഷ്യനാണോ, ഇതെന്തൊരു മനുഷ്യൻ പറ്റി അന്വേഷിക്കുന്നു. പിന്നെ അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ശിഷ്യന്മാരിൽ പ്രധാനിയായിട്ട് ആ കള്ളൻ മാറുകയാണ്. വിശാലമായ സ്വഭാവം, തൗഫീഖ് നൽകട്ടെ. ഈ മഹാമനീഷിയുടെ ഏറ്റവും വലിയ സ്വഭാവം ഇത് തന്നെയാണ്. ചരിത്രമെടുക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ പ്രത്യേകത. സിദ്ദീഖുകൾക്ക് അവിടുത്തെ വിശ്വാസതയാണ്. സിദ്ദീഖുകളില്ലെങ്കിൽ സത്യസന്ധതയില്ല. ഫാറൂഖ് ഇല്ലെങ്കിൽ അദാലത്ത് നീതിയില്ലെന്നാണ്. ഉസ്മാന് തങ്ങളില്ലെങ്കിൽ ദാനധർമ്മമില്ലെന്നാണ്. അലിയാര് തങ്ങളില്ലെങ്കിൽ ധീരത, ധൈര്യമില്ലെന്നാണ്. ഇതുപോലെ റിഫായി തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സ്വാതന പ്രവർത്തനങ്ങളായിരുന്നു. മഹാന്റെ നിങ്ങൾ ആലോചിച്ചു, അങ്ങനെ നടക്കുമ്പോ ഒരു നായയെ കാണാം, വ്രണപ്പെട്ട മുറിവേറ്റ നായ. അഹ്മദുൽ കബീർ സുൽത്താനുൽ ആരിഫീനാണ്. അവരത് കണ്ടപ്പോ ആ നായ എടുത്തിട്ട് വീടിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നൊരു ചെറിയ ടെന്റ് കെട്ടി ആ നായയെ അതിൽ നോക്കി വളർത്തുകയാണ്. ഒരു നായയെ നോക്കി വളർത്തുകയാണ് 40 ദിവസം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ് ശിഷ്യന്മാർ. എന്താ ഉസ്താദ് ഒരു നായ ഇങ്ങനെ പരിപാലിക്കുന്നത്?
40 ദിവസം മരുന്ന് പുരട്ടിയിട്ട് ഒരു നായയെ നജസെന്ന് പറയുകയും ശുശ്രൂഷ നൽകാണ്. ശിഷ്യന്മാർക്ക് അത്ഭുതമായി ചോദിച്ചപ്പോ അവിടെ ഉസ്താദ് പറയാണ്, ഈ ജീവിയുടെ കാര്യത്തിൽ ഹിസാബ്, വിചാരണയുടെ ദിനം ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. ഇങ്ങനൊരു പട്ടിയെ കണ്ടിട്ട് നിങ്ങളെ ഇത് നോക്കിയിട്ടില്ലല്ലോ എന്ന് അല്ലാഹുവോട് ചോദിക്കുമെന്നുള്ള പേടിയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇവരൊക്കെയാണ് അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞവർ, ഇവരൊക്കെയാണ് മനുഷ്യത്വം കൊണ്ടു നടന്നവർ, ഇവരൊക്കെയാണ് മനുഷ്യത്തിനപ്പുറം ആ മാനവികത സകല ജീവികളിലേക്കും കൊണ്ടെത്തിച്ചവർ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാന്റെ ഇങ്ങനെ റിഫായി തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ, അലം നജഅൽ ലഹു ഐനൈൻ, മനുഷ്യർക്ക് രണ്ട് കണ്ണില്ലേ, വലിസാനൻ വശഫതൈൻ, അവർക്ക് നാവും ചുണ്ടുമില്ലേ, വഹദൈനാഹു നജ്ദൈൻ, അവർക്ക് നാം നല്ല മാർഗമേത് ചീത്ത മാർഗമേതെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ. എന്നിട്ട് അല്ലാഹു ചോദിക്കാണ്, ഫലഖതഹമൽ അഖബ, എന്നിട്ട് എന്തേ അവർ കടമ്പകൾ കടക്കാത്തത്? ഇന്ന് നമ്മൾ സുബ്ഹി നിസ്കാരത്തിൽ ആ സൂറത്ത് ഓതി ഫലഖതഹമൽ അഖബ, ഖുർആന്റെ ചോദ്യം, എന്തേ അവർ കടമ്പ കടക്കാത്തത്? വമാ അദ്റാകമൽ അഖബ, എന്താണ് ഈ കടമ്പ എന്ന് പറഞ്ഞാൽ? ഫഖുറഖബ, ഫഖുറഖബ, കെട്ടയിച്ചു കൊടുക്കുക. നമുക്കുള്ള നാവും കണ്ണും ആരോഗ്യവും തന്നോട് ഉപയോഗിച്ചിട്ട് പ്രയാസപ്പെടുന്നവരുടെ കെട്ടയിച്ചു കൊടുക്കുക, അതാണ് അഖബ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്വാബ, പ്രയാസ സമയം വരുമ്പോ ആളുകൾക്ക് അങ്ങനെ ഭക്ഷണം കൊടുക്കുക. യതീമ മഖറബ, അനാഥന്മാർക്ക് കൊടുക്കണം. ഔ മിസ്കീന ദാ മസ്റബ, പാവങ്ങൾക്ക് കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതാണ് റിഫായി തങ്ങളുടെ പ്രചോദനം. എന്താണ് അവരുടെ മുദ്രാവാക്യം? കടമ്പ കടക്കണം. വമാ അദ്റാകമൽ അഖബ, എന്താണ് കടമ്പ? ഫഖുറഖബ, നമ്മളിലേക്ക് ചുരുങ്ങിയല്ല, മറ്റുള്ളവരുടെ കെട്ടയിച്ചു കൊടുക്കുക, പ്രയാസപ്പെടുന്നവരെ സഹായിച്ചു കൊടുക്കുക, കുരുക്കുകൾ നീക്കി കൊടുക്കുക. പിന്നെയോ പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കലാണ്. പ്രയാസം വരുമ്പോ ഭക്ഷണം കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുവരെക്കും മുദ്രാവാക്യായി കൊണ്ട് നടക്കും. അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ലോകത്തുള്ള മുഴുവൻ സമ്പത്ത് എനിക്ക് കിട്ടിയാൽ എന്റെ ഒന്നാമത്തെ പണി ഇത്ആമു കുല്ലി ജാഹിൽ, എവിടെയാണോ വിശക്കണോര് അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കൽ വലിയ പുണ്യമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റിഫായി തങ്ങൾ അത് ഏറ്റെടുക്കുകയാണ്. അത് മനുഷ്യന്മാർക്കപ്പുറം മൃഗങ്ങളോട് പോലും കാണിച്ചു. അവിടുത്തെ ഒരു ശിഷ്യൻ വന്നിട്ട് ജമാലുദ്ദീൻ, ഭയങ്കര ദാരിദ്ര്യം, അവരുടെ അടുത്തൊരു തോട്ടം ഉണ്ടായിരുന്നു. അത് കിട്ടിയാൽ മുമ്പൾക്ക് ഭയങ്കര ഉപകാരം, മുമ്പൾ ദാരിദ്ര്യത്തിൽ നമുക്ക് രക്ഷപ്പെടും. പക്ഷെ അത് അക്കാലത്തെ വലിയ ഒരു മഹാനായിരുന്ന ഇസ്മാഈൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടേതാണ്. ചോദിക്കാനും പേടി, ചോദിച്ചാൽ നൽകാനും സാധ്യതയില്ല. ജമാലുദ്ദീൻ എന്ന ശിഷ്യൻ ഇടപെട്ടപ്പോ, സങ്കടപ്പെട്ടപ്പോ റിഫായി തങ്ങൾ എന്ന ഉസ്താദിന്റെ അടുക്കൽ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ശിഷ്യന്റെ കാര്യത്തിന് വേണ്ടി ഒരു പറമ്പുടമയോട് ഹെൽപ്പ് ചോദിക്കാൻ പോവാണ് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പോയി റിഫായി തങ്ങൾ വരുമ്പോ എന്ത് പറയും? ഇസ്മായിൽ തങ്ങൾക്കൊന്നും പറയാൻ പറ്റൂല. ഇസ്മായിൽ തങ്ങൾ പറഞ്ഞു, ഭൂമിയൊക്കെ കൊടുക്കാം, പക്ഷെ ഇതിന് പകരം എനിക്ക് സ്വർഗം തരണം. സ്വർഗം കിട്ടുന്ന അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ അറിയുന്ന മഹാനാണ്. അവര് നാവുകൊണ്ട് പറഞ്ഞാൽ അത് കിട്ടും ചെയ്യും. ചിലര് പറഞ്ഞാൽ അള്ളത് നടത്തി കൊടുക്കും. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ എന്നവർക്ക് അറിയാം. അപ്പോ റിഫായി തങ്ങളത് എഴുതി കൊടുത്തു. സ്വർഗത്തിന് പകരം ഈ പറമ്പിനെ ഇന്നാൾക്ക് വിറ്റുകൊടുക്കണം എന്ന് പറഞ്ഞു.
അങ്ങനെ ഇസ്മായിൽ തങ്ങളത് കൊടുത്തിട്ട് മക്കളോട് പറഞ്ഞു, സ്വർഗത്തിന് പകരം നമ്മൾ നമ്മുടെ തോട്ടം വിറ്റിരിക്കുന്നു അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞതിന് വേണ്ടി. ഞാൻ മരിച്ചാൽ ഈ കുറിപ്പുണ്ടല്ലോ, സ്വർഗത്തിന് പകരം ഈ പറമ്പുണ്ട് നെയ്തി തന്നത്, ഇതിന്റെ ഖബറിന്റെ ചാരത്ത് വെക്കണം, എന്റെ ഖബറിൽ എന്റെ കൂടെ വെക്കണം. റിഫായി തങ്ങൾ എന്റെ കഫംപുടയിൽ വെക്കണമെന്ന് റിഫായി തങ്ങൾ കൊടുത്ത ആ കുറിപ്പിനെ പറ്റി ഇസ്മായിൽ തങ്ങൾ പറഞ്ഞു. അങ്ങനെ മക്കളത് വെക്കും ചെയ്തു. കാലങ്ങൾ കഴിഞ്ഞ് റിഫായി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മക്കള് പോയപ്പോ അവിടെ ഒരു ചെറിയ കുറിപ്പ് അത്ഭുതകരമായി കാണുകയാണ്. ഞങ്ങളെ വാപ്പ ഇസ്മായിലിന് അള്ളാഹു ഏറ്റെടുത്ത ആ സ്വർഗം കൊടുത്തിരിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഇടപെട്ടിരുന്ന ഒരു മഹാൻ. മറ്റൊരു സംഭവം, 2 സംഭവങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ദിവസം മഹാരഥൻ നിസ്കരിക്കാൻ ജമാഅത്തിന് പോകാൻ നിൽക്കണം. അപ്പൊ തന്റെ കമീസ് അവിടെ ഇങ്ങനെ ഊരി വെച്ചിരുന്നു. ഒരു മനുഷ്യൻ എത്രത്തോളം വലുതാകുന്നു എന്ന് നിങ്ങൾ നോക്കും. കമീസയിൽ ഒരു പൂച്ച ഇങ്ങനെ കിടന്നുറങ്ങും. നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? നമ്മൾ നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രത്തിൽ അങ്ങനെ ഒരു പൂച്ചയെ കണ്ടാൽ റിഫായി തങ്ങൾ അത്ഭുതമാണ്. റിഫായി തങ്ങൾ ആ കന്തൂറയുടെ കമീസയുടെ ചാരത്ത് ചെന്ന് പൂച്ച കിടക്കുന്ന ഭാഗം അങ്ങ് ചെത്തിക്കളഞ്ഞു, കത്രികെടുത്തിട്ട് പൂച്ച അവിടെ സുഖമായി കിടന്നോട്ടെ, ബാക്കി ഭാഗം എടുത്തിട്ട് നിസ്കരിക്കുകയും ചെയ്തു. ആരെയാണ് പരിപാലിക്കുന്നത്? ഒരു പൂച്ചയെ. തന്റെ കന്തൂറയിൽ കിടന്നുറങ്ങിയപ്പോ അത് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഭാഗം ചെത്തിക്കളഞ്ഞു. പിന്നെ റിഫായി തങ്ങൾ തിരിച്ചു വരുമ്പോ പൂച്ചൊക്കെ എണീറ്റ് പോയിട്ടുണ്ട്. ആ കഷ്ണെടുത്തിട്ട് വീണ്ടും തന്റെ ഡ്രസ്സിലേക്ക് തുന്നിച്ചേർത്തു. മനുഷ്യർക്കപ്പുറം മനുഷ്യേതര ചരാചരങ്ങളോട് പോലും കാരുണ്യം. ഒരു തവണ എന്നവര് റിഫായി തങ്ങൾ ഇങ്ങനെ സന്ദർശിക്കാൻ വരും. റിഫായി തങ്ങൾ വുളു എടുക്കുന്നിടത്ത് കൈ ഇങ്ങനെ പിടിച്ചു നിൽക്കണം, കൈ ഇങ്ങനെ നീട്ടി നിൽക്കുക. അപ്പൊ യാക്കൂബ് തങ്ങൾക്ക് അത്ഭുതം, എന്താ ഉസ്താദ് കൈ ഇങ്ങനെ പിടിച്ചു നിൽക്കാനല്ലോ, ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു. ഏതായാലും യാക്കൂബ് എന്നവരിത് കണ്ടപ്പോ ഉസ്താദിന്റെ കയ്യല്ലേ, വലിയൊരു മഹാന്റെ കയ്യല്ലേ, അതിന് പിടിച്ച് ചുംബിച്ചപ്പോ പറഞ്ഞു, അല്ലയോ യാക്കൂബ്, ഒരു സാധു ജീവിയെയാണോ അന്ന് പ്രയാസപ്പെടുത്തുന്നത്? അങ്ങനെ പിടിച്ചെടുക്കുമ്പോ ചുംബിച്ചപ്പോ പറയാണ്, കൈക്ക് മൊത്തം കൊടുത്തപ്പോ പറയാണ്, ഒരു സാധു ജീവിയെയാണോ അങ്ങ് പ്രയാസപ്പെടുത്തുന്നത്? യാക്കൂബിന് മനസ്സിലായില്ല. യാക്കൂബ് റഹ്മത്തുള്ളാഹി അലൈഹി മനസ്സിലായില്ല, എന്താണ് ഈ പറയണെന്ന് തിരിഞ്ഞില്ല. അപ്പൊ പറഞ്ഞു, ഒരു കൊതുക് എന്റെ കയ്യിൽ നിന്നുകൊണ്ട് രക്തം പൊടിച്ച് വിഷപ്പകറ്റായിരുന്നു, അതിനു വേണ്ടിയാണ് ഞാൻ കൈ ഇങ്ങനെ അനങ്ങാതെ പിടിച്ചത്. നിങ്ങൾ മുത്തം വെച്ചപ്പോ ആ കൊതുക് പാറിപ്പോയല്ലോ. എവിടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്ന ഒരൊറ്റ സംഭവം കൂടെ. ആ മഹാനുണ്ടായ കറാമത്ത് നമ്മുടെ മൗലിദ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. ഇങ്ങനെ ആ മനുഷ്യൻ റസൂലുള്ളാഹിനെ ആലോചിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്ത്. മുത്തനബി അങ്ങനെയാണല്ലോ, ഒരു ചെറിയ പക്ഷി കുഞ്ഞിനെ സമ്മാനം കൊടുത്തപ്പോ, ഈ പക്ഷി കുഞ്ഞിനെ എനിക്ക് കൊണ്ടുവന്നാൽ അതിന്റെ അമ്മക്ക് വിഷമാവൂലേ, അതിനെ പറഞ്ഞു വിടാൻ പറഞ്ഞു. പക്ഷിയെ പ്രേമിച്ചു, ഉറുമ്പിനെ കരിക്കാതെ നോക്കി. ഇതൊക്കെ റസൂലുള്ളാഹി കാണിച്ചതാണ്. റിഫായി തങ്ങൾ അതുപോലെ ജീവിതത്തിൽ പകർത്തുന്നത്. ആ റിഫായി തങ്ങളുടെ നേട്ടം നിങ്ങൾ ആലോചിച്ചു. മഹാരഥൻ റൗദയിലേക്ക് പോവാണ്. റൗദയിൽ പോയിട്ട് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹുജ്റത്തുൽ ശരീഫയുടെ ചാരത്ത് നിന്നിട്ട് മനോഹരമായിട്ട് ചൊല്ലുകയാണ്, ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുൻതു ഉർസിലുഹാ തുകബ്ബിലുൽ അർള അന്നി വഹിയ നാഇബതി. റൗദന്റെ അടുക്കൽ പോയിട്ട് ഇങ്ങനെ ചൊല്ലുകയാണ്, മുത്ത് നബിയെ, ഞാൻ അങ്ങ് ദൂരെ ഉബൈദ പട്ടണത്തിലാവുമ്പോ എന്റെ റൂഹിനെ കൊണ്ട് പറഞ്ഞയക്കാറുണ്ട്. എന്റെ റൂഹ് ഇവിടെ വന്നിട്ട് ഈ സ്ഥലം ചുംബിച്ചു പോകാറുണ്ട്. فما
തുഹവാ ബിഹാ ശഫത്തിഹി. മുത്തനബിയെ ഇപ്പോൾ വന്നിട്ടുള്ളത് എന്റെ റൂഹല്ല, എന്റെ ശരീരം ഇതാ അങ്ങയുടെ റൗളയുടെ ചാരത്ത്. അങ്ങ് ഹബീബേ ആ കയ്യിനെ കൊണ്ടിട്ട് നീട്ടിത്തരണം. ഇതിന് ദൃക്സാക്ഷിയായി ആ സമയം ജീലാനി തങ്ങൾ മദീനത്തെ പള്ളിയിലുണ്ടായിരുന്നു. ഹുജ്റത്തു ഷരീഫയുടെ ഉള്ളിലൂടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇത് ജീലാനി തങ്ങൾ ഒറ്റക്ക് പറയല്ല, എനിക്ക് റസൂൽ കൈ നീട്ടി തന്നൂന്ന്. അന്ന് ആ അവിടെ ഒരുമിച്ച് കൂടിയ 100 കണക്കിന് ആളുകൾ ഇത് കാണാണ്. റിഫാഈ തങ്ങള് അങ്ങ് പദ്യം ചൊല്ലിയപ്പോ ഹുജ്റത്തു ഷരീഫയിൽ നിന്ന് തൃക്കരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതൊക്കെ ഒരു മഹബ്ബത്താണ്, അതൊക്കെ ഒരു ജീവിതമാണ്. അതൊക്കെ അല്ലാഹനെ അറിഞ്ഞപ്പോ അല്ലാഹ് കൊടുത്ത സമ്മാനമാണ്. അല്ലാഹു നമുക്കും ആ സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. ചുരുങ്ങിയ സമയത്ത് നമ്മൾ അവരെ അനുസ്മരിക്കുന്നത് അവരുടെയൊന്നും ഓർമ്മകൾ കെട്ടുപോകാൻ പാടില്ല. അവർ ഓർക്കുമ്പോഴാണ് നമ്മുടെ ദീൻ നിലനിൽക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഇലാ ഹദ്റത്തി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുൽത്താനിൽ ആരിഫീൻ അഹ്മദൽ കബീർ الرفاعي قدس الله سره اللذيذ وأصوله وفروعه ومشايخه. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد قل هو الله أحد الله الصمد قل هو الله أحد الله الصمد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. يا رب يا الله يا رحمن يا الله يا رحيم يا الله. ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് ഇവിടെ വന്ന് ജമാഅത്തായി നിസ്കരിച്ചത് റബ്ബേ, ഈ നല്ലൊരു അനുസ്മരണ സംഗമത്തിൽ പങ്കെടുത്തത്, കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ പഠന ചർച്ച ചൊല്ലിയത് എല്ലാം സ്വീകരിക്കണേ അല്ലാഹ്. ത്വാഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റെല്ലാ അമ്പിയാക്കളിലേക്കും എത്തിക്കണേ അല്ലാഹ്. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം എല്ലാ സ്വഹാബാക്കൾക്കും എത്തിക്കണേ അല്ലാഹ്. സുൽത്താനുൽ ഔലിയ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഞങ്ങളിപ്പോൾ പ്രത്യേകം ഓർത്ത സുൽത്താനുൽ ആരിഫീൻ അഹ്മദൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മറ്റു ഞങ്ങളുടെ മശായിഖന്മാർ ഉസ്താദുമാർ സദാത്യങ്ങൾ എല്ലാവർക്കും എത്തിക്കണേ അല്ലാഹ്. അവരെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവരെ മഅയ്യത്ത് തരണേ അല്ലാഹ്. സകല പാപവും പൊറുക്കണേ അല്ലാഹ്. നല്ലോണം ഇസ്മത്ത് നൽകണേ അല്ലാഹ്. മഅരിഫത്തിന്റെ പരമാനന്ദം നൽകണേ അല്ലാഹ്. മരിച്ചവർക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാഹ്.
ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, ഭാര്യ, സന്താനങ്ങൾ, ശിഷ്യന്മാർ, ഇവിടെയുള്ള ഈ ഖുർആൻ പഠന ക്ലാസ് റബ്ബേ കാലങ്ങളായിട്ട് കുറച്ച് പേരാണ് ചീർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം അവർക്കൊക്കെ വലിയ തൗഫീഖും ഇരുലോക സലാമത്തും നൽകണേ അല്ലാഹ്. ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ബറകാത്ത് ചൊരിയണേ അല്ലാഹ്. ബറകാത്ത് ചൊരിയണേ അല്ലാഹ്. നിന്നെ അറിഞ്ഞ് നിനക്ക് വേണ്ടി ഉന്നതമായ ഫത്ഹ് നസ്റോടെ ജീവിക്കാൻ നല്ല തഅല്ലും തഅലീം തദ്രീസ് ദഅവക്ക് തൗഫീഖുൽ ഇസ്സത്തുള്ള നല്ല ജീവിതം പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി താ അല്ലാഹ്. സ്വർഗ്ഗലോകത്ത് സന്തോഷത്തോടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ബിഫضل صلى الله على محمد